നമസ്കാരം, വെൽക്കം ടു സൺറൈസ് ടാരോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയത്തിനെ പറ്റി ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്. എല്ലാവരും പോസിറ്റീവായിട്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രണയിതാവിനെ മനസ്സിൽ ധ്യാനിച്ച് വിചാരിച്ചിരിക്കുക, യൂണിവേഴ്സിൽ അർപ്പിച്ച് വിശ്വസിച്ചിരിക്കുക. എന്താണ് യൂണിവേഴ്സ് ഏഞ്ചൽസിന് പറയാനുള്ളത്, നിങ്ങളുടെ പ്രണയത്തെ പറ്റി എന്താണ് പറയാനുള്ളത് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ലെറ്റ് us spread the universe love status. Angels please let us. Angels please let us. Please let us. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിമെയിൻ പോസിറ്റീവ് ഓൾസോ. 2 കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പ്രണയത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം നിങ്ങൾ സക്സസ് ആവുമെന്നാണ് പറയുന്നത്. റിമെയിൻ പോസിറ്റീവായിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും പോസിറ്റീവായിരിക്കുക. പിന്നെ അടുത്തൊരു കാർഡ് കൂടി നോക്കാം. നമ്മുടെ ടൈം എപ്പോഴാണെന്ന് നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു റീയൂണിയനോ ഒരു കണ്ടുമുട്ടലോ ഒക്കെ ഒരു ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു കാർഡ് കൂടി നോക്കാം. എന്താ റീകൺസിഡർ എന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടെ പുനരാലോചിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഏഞ്ചൽ മെസ്സേജസ് നിങ്ങളുടെ പ്രണയത്തെ പറ്റി, പ്രണയിതാവിനെ പറ്റിയുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക, പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യുക, പോസിറ്റീവായിരിക്കുമ്പോൾ നെഗറ്റീവ് കളയുക എന്നല്ല ഉദ്ദേശിച്ചത്. നെഗറ്റീവ് വന്നാൽ നമ്മളനുസരിച്ച് അതിനെ മാറ്റി ഹീൽ ചെയ്ത് എടുക്കണം. പോസിറ്റീവ് നമ്മൾ കൂട്ടുക, നമ്മുടെ പോസിറ്റീവ് എനർജി കൂട്ടുക. അത് നല്ല മെഡിറ്റേഷൻ ചെയ്തും പ്രാർത്ഥനകളൊക്കെ ചെയ്തും നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.